വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തന്നെയാണ്. രാവിലെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം കുറച്ച് പേര് കമൻറ്റ് ചെയ്തു, പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൂടെ എന്നും ചോദിച്ചൊരു വീഡിയോ ഇട്ടുകൂടെ എന്ന് ചോദിച്ചു. നമുക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഡേ ഇൻ മൈ ലൈഫിൽ, എങ്കിലും ഞാനിടാം. ഇതുപോലെ ഇപ്പോൾ മോന് പോകണ്ടാഞ്ഞതുകൊണ്ട് രാവിലെ ഞാൻ പിന്നെ എനിക്ക് ചോറെന്നും എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച ചോറ് ഉണ്ടെന്ന് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പിള്ളേർക്കും അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല. അപ്പം അന്നുള്ള ചോറ് ഞാൻ അന്നു വെക്കുക കേട്ടോ. അപ്പം എനിക്കും മോനും കൂടെ അര ഗ്ലാസ് അരി ഇട്ടാൽ മതി ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ചോറ്. അപ്പം രാവിലെ ചോറ് വെക്കുകയാണ്. പിന്നെ രാവിലെ പുട്ടായിരുന്നു, അപ്പം പഴം ഉണ്ടായിരുന്നു. പുട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എളുപ്പത്തിലൊക്കെ മോന് സ്കൂളിൽ പോകേണ്ട ദിവസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അപ്പച്ചണ്ടി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കത്തേ ഉള്ളൂ. അപ്പം മോനെ ഓൾറെഡി കഴിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പുട്ടെടുത്തേക്ക് വേണം. അപ്പോൾ എനിക്ക് പഴം അങ്ങനെ ഒത്തിരി പഴം എടുത്തിട്ട് കുഴച്ചങ്ങനെ ഇഷ്ടമില്ല. പഞ്ചസാര ഇട്ടിങ്ങനെ കുറേശ്ശെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഒരു പഴവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സാക്കി ഞാനങ്ങ് കഴിക്കും. അപ്പോൾ ഇനി അടുത്ത പരിപാടി ആരൻ്റെ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ എല്ലാ ദിവസവും തൂത്തുവാരിയെല്ലാം ചെയ്യും. എന്നാലും പിന്നെ ഈ പറഞ്ഞ പോലെ ബെഡേലാണ് എല്ലാ പരിപാടിയും. അതായത് പിന്നെ നോട്ട്സ് എഴുതാനാണെങ്കിലും ഒക്കെ സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിലും അവിടെയെങ്കിലും പുള്ളി ഇരിക്കത്തില്ല, എല്ലാം ബെഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ലാപ്ടോപ്പും എല്ലാം എപ്പോഴും ബെഡിൽ തന്നെയായിരിക്കും. അതിനൊക്കെ ഞാൻ എപ്പോഴും വഴക്ക് പറയും. നല്ല മൂഡാണെങ്കിൽ പുള്ളി എല്ലാം നല്ല ക്ലീൻ ചെയ്ത്, ഞാൻ ഇന്നെല്ലാം ക്ലീനിങ് ആണെന്നും പറഞ്ഞെല്ലാം ക്ലീൻ ചെയ്ത് തരുമൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ഈ ബെഡ് ഞാനിങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഒന്ന് എടുത്തിടും, അല്ലേ പില്ലോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടും ഒക്കെ അങ്ങനെ മറിച്ചിട്ടേക്കും. അപ്പം ചില ദിവസങ്ങളിൽ ചേച്ചിമാർ വിളിച്ചേച്ച് പറയും, വീഡിയോ കോൾ വിളിക്കുമ്പോൾ പറയും നിൻ്റെ റൂമൊന്ന് കാണിച്ചതെന്ന് പറയും. അതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെ പുള്ളി എല്ലാം ക്ലീൻ ചെയ്തിടും. പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഡ്രസ്സിങ് ടേബിളിൽ വാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ക്രേസാണ് വാച്ചും പെർഫ്യൂമും. അപ്പം ചേച്ചിമാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോഴും അവർ വരുമ്പോഴും ഒക്കെ വാച്ചുകളൊക്കെ കൊണ്ടുവരും. എല്ലാം സൂക്ഷിച്ചോളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുപോലെ പെർഫ്യൂം ആണെങ്കിലും പുള്ളിക്ക് കുറേ ഇഷ്ടപ്പെട്ട പെർഫ്യൂംസൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചോറെന്നും ഞാൻ ഫ്രഷായിട്ട് ഞാൻ വെക്കും. പിന്നെ എനിക്ക് കറിയെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ കറിയെല്ലാം ഉണ്ടായിരുന്നു. ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പും മത്തങ്ങയും കൂടെ എരിശ്ശേരി വെച്ചത്, പിന്നെ മാങ്ങാ ചമ്മന്തി അരച്ചായിരുന്നു ഞാൻ. അപ്പം അതുണ്ടായിരുന്നു. അങ്ങനെ അത് കൂട്ടി. അപ്പം ഞാൻ കുറച്ച് മാങ്ങ അച്ചാറും കൂടെ എടുക്കുകയാണ്. കുറച്ചൊരു എരിവും കൂടെ വേണം, അതുകൊണ്ട് മാങ്ങ അച്ചാറും കൂടെ എടുത്ത് അങ്ങനെ അതായിരുന്നു ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച്. പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടായിരുന്നില്ല, എപ്പോൾ വെച്ചാലും മിച്ചവാ കറി. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കിനും ആരൻ്റെ പല്ലേൽ കമ്പി ഒന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡിയാകണം. അപ്പോൾ എനിക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് റെഡിയാകും. എനിക്കൊരു പരിപാടിയില്ല, കുറച്ച് ലിപ്സ്റ്റിക് ഇടും, പിന്നെ വാച്ച് കെട്ടും, ഒന്ന് മുടിയൊന്ന് കെട്ടി ഡ്രസ്സും മാറി അങ്ങ് ഇറങ്ങും. അങ്ങനെ പിന്നെ ഞാനും ആരും കൂടെ പോവുകയാണ്. അപ്പം മഴ ഇപ്പോൾ ഒന്ന് തുറന്നു നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. കാരണം കമ്പി ശരിക്കും പറഞ്ഞാൽ ടൈറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ആരെന്നും സ്കൂളിൽ നിന്ന് വരുമ്പോൾ പറയും ഞാനിന്ന് പൊക്കോളാം, സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് പൊയ്ക്കോളാം എന്ന് പറയും. പക്ഷേങ്കിൽ നേരത്തെയൊക്കെ ഞാൻ കൂടെ പോകണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി പോയില്ല. അപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ എന്നാൽ പോയി അത് കമ്പി ടൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാനും ആരും കൂടെ പോവുകയാണ്. അപ്പോൾ ഇപ്പം മഴയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. കറക്റ്റ് സമയത്ത് അതേപോലെ ഡോക്ടർ പറയുന്ന ഡേറ്റിൽ തന്നെ പോയി ആരൻ്റെ കമ്പി ടൈറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്രാവശ്യത്തെ ദുബായ് പോക്കോടുകൂടി എല്ലാം കുഴഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആരൻ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ കൂടെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒക്കെ ഒരു ജീപ്പുണ്ട് അവിടെ. ആരൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വീഡിയോയും ഫോട്ടോസും എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ മാക്സിലാണുള്ളത്. അതായത് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഡോക്ടർ പോയി. അപ്പോൾ പിന്നെ ഡോക്ടറെ കാണാൻ പറ്റിയില്ല. പിന്നെ വെറുതെ ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് അടുത്തുള്ളതാണല്ലോ മാക്സ്, അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ മാക്സിൽ വന്നപ്പോൾ ചുമ്മാ ഷർട്ട്സൊക്കെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഡിസൈനൊക്കെ ഉള്ള ഷർട്ടൊക്കെ ആരൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർ അവിടെ നിന്ന് കുറേ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഇരിപ്പുണ്ട്, എന്നാലും ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കിനും ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ പുതിയ കുറേ ഷർട്ടുകളാണ് ഉള്ളത്. ഇങ്ങനെ നമ്മുടെ ഹക്കോബാടെ തുണിയിലുള്ളതൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ കുഞ്ഞ് ഡിസൈൻസ് വരുന്നതൊക്കെയാണ്. എന്നാലും കുറച്ച് വെറൈറ്റി ഷർട്ടുകളൊക്കെ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ഓണമൊക്കെ ആയപ്പോഴത്തേക്കിന് കുറേ പിന്നെ ആണുങ്ങളുടെ കുർത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുർത്ത ഇവിടെ കാണുമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ ഇതേണ്ട കുറേ ഷർട്ടൊക്കെ നോക്കുന്നുണ്ട്, ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം കുർത്തയാണ് കേട്ടോ. പിന്നെ ഇത് കുർത്തയാണ്. ഇവിടെ ഈ സെക്ഷനിലിരിക്കുന്ന കംപ്ലീറ്റ് കുർത്തയാണ്. ഇതൊക്കെ കുഞ്ഞ് ചെക്ക്, റെഡ് ചെക്കിൻ്റെയൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. എല്ലാം നല്ല മെറ്റീരിയലാണ്.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇതേപോലെ കുർത്താടെയെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ കുറച്ച് പേർ എന്നോട് ചോദിച്ചിരുന്നു, ഇത് എവിടെയാണ്, ഏത് മാക്സാന്നൊക്കെ ചോദിച്ചിരുന്നു. എല്ലാ മാക്സിലും കിട്ടും, എല്ലാ മാക്സിലും ഉള്ളതൊക്കെ തന്നെയാണ്, ഒരേപോലത്തെയൊക്കെ തന്നെയായിരിക്കും. ഇത് നല്ലതാണ്, ഹക്കോബാടെ പോലെ നല്ല ഡിസൈനുമായിട്ട് വൈറ്റ്. എൻ്റെ കുറേ ഷർട്ട്സൊക്കെ കിടക്കുന്നു. അങ്ങനെ ഡിസൈൻ ഷർട്ടുകൾ കുറേ ഉണ്ട്, ചെക്സിൻ്റെയൊക്കെ കുറേ ഉണ്ട്. ആരൻ ചിലതൊക്കെ എന്നെ എടുത്ത് കാണിച്ചു, പിന്നെയും പുള്ളിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചിലത് നോക്കിയതൊന്നും അവന് സൈസില്ല, അതുകൊണ്ട് പിന്നെ എടുത്തില്ല. പിന്നെ പോയതല്ലേ എന്ന് വെച്ചിട്ട് ജസ്റ്റ് കയറിയപ്പോഴത്തേക്കിനും ഇങ്ങനെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ, എടുക്കണം എന്നുള്ളൊരു അതോടുകൂടിയൊന്നും അല്ലായിരുന്നു. എന്നാലും അവന് ഇഷ്ടപ്പെട്ടുകൊണ്ടേ എടുക്കാമെന്നും വിചാരിച്ചു. പക്ഷെങ്കിലൊന്നും അവൻ്റെ സൈസൊന്നും കിട്ടിയില്ലായിരുന്നു. ഇത് കണ്ടു, ഒരുമാതിരി നെറ്റിൻ്റെ തുണി പോലത്തെ ഒത്തേൽ ഷർട്ടുകൾ. ഇപ്പോൾ ഒത്തിരിയും പേരിട്ടിങ്ങനെ കാണാം. ഹക്കോബാടത് ഡിസൈനൊക്കെ നല്ലതാണ്. ആരണൊന്നും പിന്നെ ഇങ്ങനത്തെ ഒന്നും സംഭവങ്ങളെ ഇഷ്ടമല്ല, കാണിക്കുമ്പോഴേ എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് അവനോടും, അവനിഷ്ടമല്ല അതൊന്നും. പക്ഷെ ഒത്തിരിയും പേര് ഇട്ട് കാണുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നും. വേറെ ആൾക്കാർ ഇട്ട് കാണുമ്പോഴത്തേക്കിനും നമുക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ നമ്മൾ ഓർക്കും. അങ്ങനെ വേണ്ടേ, ഇതൊക്കെ കുറേ പുതിയ ഡിസൈൻസാണ് കേട്ടോ, കുറേ ഷർട്ടുകളുണ്ട്. എനിക്കിവിടെ കണ്ടതിൽ കുറച്ച് ഇഷ്ടപ്പെട്ടതുണ്ട്, ഇതായിരുന്നു. ഇച്ചിരി നല്ലൊരു കളറായിട്ട് തോന്നി, പിള്ളേർക്കൊക്കെ ഇടാനായിട്ട് കേട്ടോ. ഇപ്പം അങ്ങനെ പിള്ളേരും വലിയവരൊന്നുമില്ല, എല്ലാവരും ഓൾമോസ്റ്റ് കുറേ ഡിസൈൻ ഷർട്ട് ഇടും. ഇത് കണ്ടത് 399 ഉള്ളൂ. കുറേ ടീഷർട്ടുകളാണ് കേട്ടോ, എല്ലാവർക്കും, വലിയവർക്കും പിള്ളേർക്കും ഒക്കെ ഉള്ള. എനിക്കൊന്ന് മീഡിയം സൈസ് തൊട്ടുണ്ട്, എല്ലാ വലിയ സൈസുകളും ഒക്കെ ഉണ്ട്. കുറച്ച് നല്ല ഡിസൈനാണ്. ചുമ്മാ വല്ല ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കിനും അടിച്ചു പൊളിക്കാൻ പറ്റിയ, ഉള്ളവർക്ക് ഇടാൻ പറ്റിയ ബനിയനൊക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനെ അതെല്ലാം ജസ്റ്റ് കണ്ടപ്പം ഞാനൊന്ന് എടുത്തന്നേ ഉള്ളൂ വീഡിയോ. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ നോക്കിയിട്ട് അവനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ താഴെ വന്നപ്പം എത്രയാണേലും എപ്പോൾ മാക്സി ചെന്നാലും ഞാനിങ്ങനെ കുർത്തി ടോപ്പൊക്കെ ഇരിക്കുന്നതും ചുമ്മാ ഇങ്ങനെയെല്ലാം ഒന്ന് നോക്കുമ്പോൾ കുറച്ച് നല്ല വർക്കുള്ള കുറേ കുർത്തി ടോപ്പ് ഒക്കെ കണ്ടു. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിലെയൊക്കെ വലിയ ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെയാണ്, ലെങ്ത്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കൊക്കെ ഇച്ചിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി ലെങ്ത്ത് വേണം നല്ലപോലെ ടോപ്പിനൊക്കെ. പിന്നെ ചിലതൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ അങ്ങ് മേടിക്കും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനവിടെ കണ്ടതിൽ വലിയ കുഴപ്പമില്ലാതെ ഒരെണ്ണം കണ്ട്, അതിൻ്റെ കൈക്കും ഒക്കെ ഒരു വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് എടുത്ത് വെച്ചപ്പോൾ ആരെന്നെ ഒന്ന് കാണിച്ച് നോക്കിയത്. അപ്പോൾ അവൻ പറയാം, പുറത്തിടണ്ട, വീട്ടിലിട്ടാൽ മതി എന്ന്. അത് കണ്ടപ്പോഴത്തേക്കിന് 599 ആയിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്തിനാണ് വെറുതെ എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനൊട്ട് എടുത്തുമില്ല. അപ്പോൾ അതിൻ്റെ കുറേ കളേഴ്സ് ഇരിപ്പുണ്ട് കേട്ടോ, ഈ യെല്ലോയും ഓഫ് വൈറ്റ്, അങ്ങനെ കുറേ നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞാനതെല്ലാം കൂടെ എടുത്ത 599 ഉള്ളൂ കേട്ടോ. നമ്മൾ എത്രയാണെങ്കിലും തുണി മേടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ബെറ്ററാണ് നമുക്ക്. പിന്നെ നല്ല കുറേ കളേഴ്സാണ്, നെക്ക് പാറ്റേണും ഒക്കെ കൊള്ളാം, കുറേ ലേസ് വർക്ക്സും ഒക്കെ ഉണ്ട് എല്ലാത്തേലും. അതുകൊണ്ടൊക്കെ കുറേ വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് കണ്ടതൊക്കെ കൂടി ഞാൻ എടുത്തതാണ്. അപ്പം വേണ്ടവർക്കൊക്കെ മാക്സിലൊക്കെ ചെന്നാൽ ഇങ്ങനത്തെ ടോപ്പൊക്കെ കിട്ടും. നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എല്ലാം കൂടി ഞാനങ്ങനെ വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഗ്രീനൊക്കെ നല്ലതാണ്, ഇങ്ങനത്തെ കോളർ വരുന്നത്. മിക്കവത്തേലും ലേസ് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നു. എത്രയാണേലും നമ്മൾ തുണി എടുക്കണം, എങ്ങനെ കളിച്ചാൽ ഏറ്റവും കുറഞ്ഞ തുണിയാണെങ്കിലും 100 രൂപ 110 രൂപ ആവുമെന്ന് വെച്ചു. 2.5 മീറ്റർ വേണം ഒരു ടോപ്പിന്. അപ്പോൾ തന്നെ എത്രയായി, സ്റ്റിച്ചിങ് ചാർജ് കൂടാകുമ്പോഴത്തേന് ഇതിൻ്റെ മേലെ പോകും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചുമ്മാ ഒന്ന് ഡെയിലി യൂസിനൊക്കെ ഓക്കെയാണ്. അങ്ങനെ 2 പലാസോയൊക്കെ കിടപ്പുണ്ട്, അടിയിൽ വർക്കൊക്കെ ഉള്ളത്. ഇത് പിള്ളേരുടെ കുറച്ച് ഫ്രോക്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഡിസൈനുള്ള പോലത്തെയൊക്കെ. അത് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, അതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ അതൊന്നെടുത്താണ്. ഞാൻ പിന്നെ എവിടെ പോയാലും കൂടുതലും പിള്ളേരുടെ ഡ്രസ്സാണ് ഞാൻ നോക്കാറ് പതിവ്. അങ്ങനെ ഇതാണ്ട് വൈറ്റ് ടോപ്പ് ഉടുപ്പുണ്ട് കുറേ. ഇത് കണ്ടോ, ഒരു ടോപ്പ് പോലെ വന്നിട്ട് അതിൻ്റെ ഒരു ഷോർട്ട്സും കൂടെ കിടപ്പുണ്ട്. അതൊരു ഭംഗിയായിട്ട് തോന്നി. വലിയ വണ്ണമില്ലാത്ത പിള്ളേർക്കൊക്കെ ഇട്ടാൽ ഭംഗിയായിരിക്കും. ഇതേണ്ട വൈറ്റ് ഫ്രോക്ക്. അങ്ങനെ എനിക്കിവിടെ കയറിയിട്ട് ആകെ ഇഷ്ടപ്പെട്ട ഗേൾസിൻ്റെ ഡ്രസ്സിൽ ആകെ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഒരു ഷർട്ടും അതിൻ്റെ സ്കേർട്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഇതേണ്ട ഒരു ബ്ലാക്ക് വൈറ്റും കൂടെ ഫ്രോക്കുണ്ട്, വൈറ്റ് കുറച്ച് ടോപ്സ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങൾ 2 പേരും കൂടെ അർക്കാഡിയ ദോശയിൽ പോയി. ദോശ സ്ട്രീറ്റിലോട്ട് പോയി. ഞങ്ങൾ ഓർത്തുനിന്ന് അവിടുന്ന് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു.
ഞാൻ മേടിച്ചത് ഓണിയൻ ചീസ് ദോശയാണ്. പിന്നെ ആരൻ പെറി പെറി ചിക്കൻ ദോശ മേടിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര സ്പൈസി ആയിരിക്കും, ഭയങ്കരമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കുഴപ്പമില്ലായിരിക്കും എന്ന് വെച്ച് മേടിച്ചിട്ട് പുള്ളിക്ക് കഴിക്കാൻ ഒരു തരത്തിലും വയ്യായിരുന്നു. അതുപോലെ എരിവായിരുന്നു, ഭയങ്കര എരിവായി പോയായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട് സബിയും അവിടെ ഒരു കസിനും ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കിനും പുള്ളിക്കാരി അതായിരുന്നു മേടിച്ചത്. അന്നേരം പറഞ്ഞു ഭയങ്കര എരിവാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. അങ്ങനെ ആരൻ എരിവ് കാരണം ഒരു വിധത്തിൽ കുറച്ചൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലെന്ന്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കാകട്ടെ ഇവിടെ. അങ്ങനെ ആരെന്താ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആരന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കേക്കാണ് മാർബിൾ കേക്ക്. എനിക്ക് തോന്നുന്നു പ്ലം കേക്കിനേക്കാട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്കൊക്കെ പ്ലം കേക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് മാർബിൾ കേക്ക് ഇഷ്ടമേ അല്ല, ഞാൻ കഴിക്കത്തേ ഇല്ല. അപ്പോൾ പിന്നെ ആറിന് വേണ്ടിയിട്ട് മാർബിൾ കേക്ക് മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഞാനോർത്ത് എനിക്ക് വെറുതെ അവിടെ ഇരുന്നാൽ കഴിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനോർത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാനിതുപോലെ ബോക്സിലാക്കി വെച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ വേണ്ടപ്പോൾ എടുത്ത് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അതെല്ലാം കട്ട് ചെയ്ത് ബോക്സിനകത്താക്കുകയാണ്. കാരണം പുള്ളിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. ബേക്കറി സാധനങ്ങളൊന്നും അങ്ങനെ ആരൻ ഒരു ബേക്കറി ഐറ്റമും മേടിച്ചാൽ അങ്ങനെ കഴിക്കത്തില്ല. പണ്ടൊക്കെ എനിക്കൊന്ന് എഗ് പപ്സേലും കഴിക്കുമായിരുന്നു, ഇപ്പോൾ അതും കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എനിക്കിത് പിന്നെ മാർബിൾ കേക്ക് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മേടിച്ച് ഇങ്ങനെ ബോക്സിനകത്താക്കിയും കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ച് ഒരു വലിയ വിശേഷങ്ങളൊന്നുമില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ. അതാണ് ഞാൻ ആ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാത്തത് തന്നെ. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.